ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് അവസാനത്തെ നെറ്റ്വർക്ക് തിയറത്തിലുള്ള മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറവും അതുപോലെ തന്നെ ബേസിക്കൽ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൂടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സോ നെറ്റ്വർക്ക് തിയറംസിൽ നമ്മൾ 4 തിയറംസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നോർട്ടൺസ് തിയറം, തെവനിൻസ് തിയറം, സൂപ്പർപൊസിഷൻ തിയറം ആൻഡ് റെസിപ്രോസിറ്റി തിയറം. ഞാൻ ബേസിക്സിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തായിരുന്നു പോയത്. അതൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. So, എന്താണ് ഒരു ലീനിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? എ നെറ്റ്വർക്ക് ഇൻ വിച്ച് ദ വാല്യൂസ് ഓഫ് ദ പാരാമീറ്റർ സച്ച് ആസ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടേഴ്സ് എക്സെട്ര ഡു നോട്ട് ചേഞ്ച് വിത്ത് വോൾട്ടേജ് ഓർ കറണ്ട് ഈസ് നോൺ ആസ് എ ലീനിയർ നെറ്റ്വർക്ക്. ഒരു ലീനിയർ നെറ്റ്വർക്കിൽ ഈ പറഞ്ഞ പാസീവ് കമ്പോണൻസിൻ്റെ പാരാമീറ്റേഴ്സിനൊന്നും ചേഞ്ച് വരുന്നില്ല എങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ലീനിയർ നെറ്റ്വർക്ക്. What is an active network? If a network contains active elements like generator, vacuum tube, transistor, etc., then the network is referred to as an active network. അതായത് പവർ ജനറേറ്റിംഗ് ഓർ കറണ്ട് ജനറേറ്റിംഗ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയും. എ പാസീവ് നെറ്റ്വർക്ക് ഡസ് നോട്ട് ഇൻക്ലൂഡ് ആൻ എനർജി സോഴ്സ്. എ നെറ്റ്വർക്ക് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ആൻ എനർജി സോഴ്സ് is known as a passive network. It contains elements such as resistor, inductor, capacitor, etc. So, നമ്മൾ മുകളിൽ ഡിസ്ക്രൈബ് ചെയ്ത പോലെ ജനറേറ്റർ, വാക്യൂം ട്യൂബ്, ട്രാൻസിസ്റ്റർ മുതലായ എനർജി സോഴ്സ് ഇല്ലാത്ത നെറ്റ്വർക്കിനെയാണ് നമ്മൾ പാസീവ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. So, what is an ideal voltage source? An ideal voltage source maintains a constant voltage across its terminals, irrespective of the current supply by it. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ താഴെ കാണുന്ന എക്സാമ്പിളിൽ ഉള്ളത് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് അല്ല. കാരണം നോക്കൂ, ഇവിടെ 1.5 വോൾട്ട് ഈ ബാറ്ററിന് സപ്ലൈ ചെയ്യുമ്പോൾ ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് 1.5 വോൾട്ടേജ് കിട്ടുന്നു. സോ ആക്ച്വലി ഇതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെന്ന് പറയാം. കാരണം ഇവിടെ സപ്ലൈ ചെയ്യുന്ന മുഴുവൻ വോൾട്ടേജും ഈ അക്രോസ് ദ ലോഡിൽ ലഭിക്കുന്നുണ്ട്. ആക്ച്വലി there is no change in voltage. ഇനിയും ഈ ലോഡ് റെസിസ്റ്റൻസ് മാറ്റിയാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ലോഡ് റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഈ വോൾട്ടേജ് ആക്ച്വലി കുറയാൻ പാടില്ല. മനസ്സിലാകാൻ വേണ്ടി ഈ റൈറ്റ് സൈഡിലെ ഇമേജ് ഒന്ന് ശ്രദ്ധിക്കാം. നോക്കൂ, ഇവിടെ 1.5 വോൾട്ടും അതിൻ്റെ കൂടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു 1 ഓമും ഉണ്ട്. സോ ഈ 1 ഓമിൻ്റെ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 8 + 1 9 ഓം ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ 1.5 ഡിവൈഡഡ് ബൈ 9, 1.5 വോൾട്ടേജ് ഡിവൈഡ് ബൈ 9 ആണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 1 ഓം എന്ന് പറയുന്നത് 0.16 വോൾട്ട് ആണ്. 0.16 വോൾട്ട് ആണ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് 1 ഓം. ഈ 1 ഓമിന് അക്രോസ് 0.16 പോയി കഴിഞ്ഞിട്ട് ബാക്കി എത്ര മാത്രമേ ഉള്ളൂ? ഇവിടെ 1.33 വോൾട്ട് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 2 ഓം ആയാൽ ഈ 1 ഓമിൻ്റെ സ്ഥാനത്ത് 2 ഓം ആയാൽ വാട്ട് വിൽ ഹാപ്പൻ? അന്നേരം ഇവിടുത്തെ വോൾട്ടേജ് വേരി ചെയ്യും. അത് വീണ്ടും കുറയാൻ ഇടയായിത്തീരും. 0.32 പോയി കഴിഞ്ഞാൽ പിന്നെ 1.18 മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഇത് 3 ഓം ആയാൽ തത്തുല്യമായ രീതിയിൽ 1.02 വോൾട്ടേജ് ആയിട്ട് ഇവിടെ മാറും. അപ്പോൾ അതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് അല്ല. ഇങ്ങനെ വോൾട്ടേജ് ടെർമിനലിൽ ചേഞ്ച് ചെയ്യാതിരിക്കുന്ന വോൾട്ടേജ് സോഴ്സിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ അതെന്തോ ചെയ്യണം? ആക്ച്വലി ഇവിടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഇവിടെ കറണ്ട് കൂട്ടണം. കറണ്ട് കൂട്ടിയിട്ട് ഇപ്പം 1.5 ഡിവൈഡ് ബൈ 9 എന്നുള്ളത് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് ഇറ്റ് ഷുഡ് മെയിൻറ്റെയിൻ ഇറ്റ് ആസ് 1.5 വോൾട്ട്. അങ്ങനെ കഴിയുന്നതിനെയാണ് നമ്മൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഔട്ട്പുട്ട് ടെർമിനലിൽ അല്ലെങ്കിൽ ലോഡ് അക്രോസ് ദ ലോഡ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. സോ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ചില കണ്ടീഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആസ് 0 ഇന്റേണൽ ഇംപെഡൻസ്. Despite the resistance of the load in the circuit, the source will provide steady and constant voltage. Resistance load ഇവിടുത്തെ 8 ഓം എന്ന് പറയുന്നത് ഏത് വോൾട്ടേജ് ആയാലും should provide steady and constant voltage. As load resistance is reduced, more current will be supplied by the source. If the load resistance is 0, the current in the circuit becomes maximum. അങ്ങനെ വേരി ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സിനെയാണ് അങ്ങനെ വേരി ചെയ്യാത്ത വോൾട്ടേജ് സോഴ്സിനെയാണ് നമ്മൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഇതാണ്. വോൾട്ടേജ് വേഴ്സസ് കറണ്ട് മാറിയാലോ ടൈം മാറിയാലോ റെസിസ്റ്റൻസ് മാറിയാലോ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജിന്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോൾട്ടേജ്.
So ideal current source is a two-terminal circuit element which supplies the same current to any load resistance connected across its terminal. നമ്മൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ കേസിൽ നമ്മൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഏത് വാല്യൂ ലോഡ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താലും അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കീപ് മൈൻഡ് ദാറ്റ് the current supplied by the current source is independent of the voltage of the source terminals. It has infinite resistance. So അതായത് ഏത് വോൾട്ടേജ് കുറഞ്ഞാലും കൂടിയാലും the current should accordingly vary so that the value of the current remains the constant. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടും തോന്നുന്നു. അതായത് വോൾട്ടേജ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്താലും കറണ്ടിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. സോ അത് ഇച്ചിരി ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് തിങ്. കാരണം പല എലമെന്റ്സ് വെച്ചുകൊണ്ട് ആ കറണ്ടിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ്. ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദ കറണ്ട് ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ് അക്രോസ് ദ ടെർമിനൽ. ഇപ്പം ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ കറണ്ട് വേരി ചെയ്താലും റെസിസ്റ്റൻസ് വേരി ചെയ്താലും വോൾട്ടേജിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്താലോ വോൾട്ടേജ് സോഴ്സ് വേരി ചെയ്താലോ അതിൻ്റെ വാല്യൂവിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. സമാനമായ ഗ്രാഫാണ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് സമാനമായ ഗ്രാഫാണ് ഐഡിയൽ കറണ്ട് സോഴ്സിനും. വോൾട്ടേജ് ഓർ ടൈം ഓർ റെസിസ്റ്റൻസ് വേരി ചെയ്താലും കറണ്ടിന് മാറ്റം ഉണ്ടാകരുത്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറമാണ്. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൊക്കെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിൽ, അതായത് ലോഡിൽ നിന്ന് ഇൻപുട്ടിലോട്ടൊക്കെ പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി പഠിക്കുന്ന ഒരു തിയറമാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. Maximum power transfer theorem states that the maximum power is transferred from the source to the load when the load impedance is equal to the internal impedance of the source. അതായത് ഒരു നെറ്റ്വർക്കിൽ ഒരു സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ഒരു ലോഡ് റെസിസ്റ്റൻസും ഉണ്ട്, ഒരു ലോഡും ഉണ്ട്, ഈ സോഴ്സിന് ഒരു ഇന്റേണൽ ഇമ്പിഡൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഇന്റേണൽ ഇമ്പിഡൻസ് ബിക്കംസ് ഈക്വൽ ടു ദ ലോഡ് ഇമ്പിഡൻസ് ആവുമ്പോഴാണ്. അതാണ് മാക്സിമം പവർ transfer theorem പറയുന്നത്. So this theorem is useful in analyzing communication networks where the prime aim is to transfer maximum power to the load irrespective of the efficiency. പവർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് ലക്ഷ്യമാകുമ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വരുന്നത്. സോ നോക്കൂ, ഈ സർക്യൂട്ട് നോക്കൂ. ഈ സർക്യൂട്ടിനകത്തൊരു എനർജി സോഴ്സ് ഉണ്ട് ഇ, അതിൻ്റെ ഇന്റേണൽ ഇമ്പിഡൻസ് ZI ആണ്, ZL ആണ് അതിൻ്റെ ലോഡ്, ആൻഡ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഈസ് I. എനർജി സോഴ്സ് ഇ, അതിന് ഇന്റേണൽ ഇംപിഡൻസ് ഉണ്ട് ZI, ആൻഡ് ദ ലോഡ് ഇംപിഡൻസ് ഈസ് ZL, ആൻഡ് I be the current flowing through the circuit. So current flowing through the load ZL is given by EMF divided by total impedance. Total impedance എന്ന് പറഞ്ഞാൽ ZL by ZI. So current is equal to I is equal to E by ZL by ZI. So what is the power transfer to the load? Power transfer to the load എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് I square R. പവറിൻ്റെ ഇക്വേഷൻ I square R ആണ്. അപ്പോൾ ഇവിടെ ഈ I ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, E by ZL plus ZI the whole square into ZL. ZL is the resistance across the load. So that is E square into ZL divided by ZL plus ZI the whole square. So നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ, ആൻഡ് വാട്ട് ഈസ് എ വാല്യൂ ഓഫ് ദ മാക്സിമം പവർ, ആൻഡ് വാട്ട് ഈസ് ദ എഫിഷ്യൻസി. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. അപ്പം പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പവറിൻ്റെ ഇക്വേഷൻ PL ഈസ് ഈക്വൽ ടു E സ്ക്വയർ ഇൻറ്റു ZL ഡിവൈഡഡ് ബൈ ZL പ്ലസ് ZI ദ ഹോൾ സ്ക്വയർ. സോ മാക്സിമം ആകണമെങ്കിൽ ഏതൊരു കണ്ടിന്യൂസ് വേരിയബിളും മാക്സിമം മിനിമം ആകണമെങ്കിൽ എന്താണ് അറിയാം, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകണം. So now we differentiate with respect to the load resistance RL, and if it is a maximum, we equate that equal to 0. അതായത് PL ആണ് power at the load. So derivative of PL by ZL, that should be equal to 0. അതായത് മാക്സിമം കണ്ടീഷനിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകും. ഡോ PL by ഡോ ZL is equal to 0. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ആ ഡോ PLനെ ഡോ ZL കൊണ്ട് ഡെറിവേറ്റീവ് എടുത്തിട്ട് that should be set equal to 0. So ഇവിടെ ഞാൻ ചെയ്തത് E square constant ആണ്. So E square is pulled out of the derivative,
and dou by dou ZL of ZL divided by ZL plus ZI the whole square. So that should be equal to 0. So E square on right side that will vanish. And product rule. So first element ZL into 1 by ZL plus ZI the whole square. That's the dou by dou x of x raised to minus 2 and minus 2 x raised to minus 3. അതുപോലെ തന്നെ എഴുതി -2 x raised to minus 3 എന്ന് പറഞ്ഞാൽ ZL plus ZI the whole cube into ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഇനി ZL plus ZI the whole square അതുപോലെ തന്നെ എഴുതി അടുത്ത ടേം എന്താണ് ZL ആണ് ZLന്റെ ഡെറിവേറ്റീവ് 1 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പിന്നീട് ഞാൻ ചെയ്തത് ZL plus ZI the whole ക്യൂബിനെ കോമൺ ആയിട്ട് എടുത്തു. സോ അപ്പോൾ ഇവിടെ ഒരു ZL plus ZI സ്ക്വയറേ ഉള്ളൂ. സോ ഐ ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ ZL plus ZI. അപ്പം എന്താ സംഭവിച്ചത് ഡിനോമിനേറ്റർ ZL plus ZI the whole ക്യൂബ് വന്നു -2 ZL ഇവിടെ നിന്ന് ഇവിടെ വന്നു പ്ലസ് 1 ഇൻറ്റു ചെയ്തതിൻ്റെ ZL plus ZI ഈസ് ഈക്വൽ ടു. സോ ഇതിനെ നിരത്തി ഞാൻ എഴുതുമ്പോൾ സോ ഡിനോമിനേറ്റർ വിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ വിൽ ഗോ ഓഫ് ആൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് -2 ZL ഈ ന്യൂമറേറ്റർ ഉള്ള -2 ZL plus ZL plus ZI ഈസ് ഈക്വൽ ടു 0. സോ -2 ZL plus ZL. So that becomes minus ZL. So minus ZL plus ZI is equal to 0 or ZL is equal to ZI. So for maximum power transfer, നമ്മൾ എന്താണ് ചെയ്തത് പവറിന്റെ ഇക്വേഷൻ എടുത്തു ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് പവർ മാക്സിമം ആയിട്ട് നിൽക്കണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ നമ്മൾ എന്താണ് കൊടുത്തത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പവർ വിത്ത് റെസ്പെക്ട് ടു ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു 0 ബിക്കോസ് അറ്റ് മാക്സിമം ആൻഡ് മിനിമം ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0. ആ കണ്ടീഷൻ നമ്മൾ കൊടുത്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് എന്ത് കിട്ടി ZL is equal to ZI. That means for maximum power transfer the load resistance should be equal to the internal impedance or the load impedance should be equal to the internal impedance. അത് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യമാണ്. Now we have proved that. So what is that value of the maximum power transfer? So അവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് PL പവർ ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു മാക്സിമം പവറിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു പവറിന്റെ E സ്ക്വയർ ഇൻറ്റു ZL plus ZI ആയിരുന്നു. അവിടെ നമ്മൾ ZIക്ക് പകരം എന്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ZL ബിക്കംസ് ഈക്വൽ ടു ZI. അപ്പോൾ ഇവിടുത്തെ ZIക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ZL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമ്മൾ എന്ത് എഴുതി പവർ മാക്സിമം പവർ അറ്റ് ദ ലോഡ് മാക്സിമം. സോ ദാറ്റ്സ് ഈക്വൽ ടു E സ്ക്വയർ ഇൻറ്റു ZL ബൈ ZL plus ZL the whole square. So that becomes E square ZL by 2 ZL the whole square. So 4 ZL square. So that's equal to E square by 4 ZL. That's a maximum. That's a value of the maximum power. Now we are going to discuss one more thing. What is the efficiency? ഒരു ട്രാൻസ്ഫർ പവർ ട്രാൻസ്ഫർ നോക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ കിട്ടി അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി എത്ര എഫിഷ്യൻ്റ് ആണ് പവർ ട്രാൻസ്ഫർ. സോ പവർ ട്രാൻസ്ഫറിൻ്റെ എഫിഷ്യൻസി അറിയണമെങ്കിൽ സോ വി ആർ യൂസിങ് ദിസ് ഇക്വേഷൻ. What is the power generated at the load divided by total power generated by the source? അതായത് ലോഡിൽ ഉണ്ടാകുന്ന പവർ ഡിവൈഡഡ് ബൈ ആ സോഴ്സ് മൊത്തത്തിൽ ഉണ്ടാകും. അതായത് ഇത്രയേ ഉള്ളൂ എഫിഷ്യൻസി മീൻസ് ആ സോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ പവറിൽ എത്രയും ലോഡ് കിട്ടി. മറ്റേത് പല റെസിസ്റ്റൻസ് കേസുകളിലൊക്കെ ഡിസിപ്പേറ്റ് ചെയ്ത് പോവാണ്. അത് ഒഴിവാക്കിയിട്ട് ടോട്ടൽ ജനറേറ്റഡ് ബൈ ദ സോഴ്സിൻ്റെ എത്ര ലോഡ് കിട്ടി അതാണ് എഫിഷ്യൻസി. ടോട്ടൽ പവർ എത്ര ജനറേറ്റ് ചെയ്തു അതിൻ്റെ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ എത്ര റേഷ്യോ ലോഡ് കിട്ടി അതാണ് എഫിഷ്യൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത് PL മാക്സ് ആൻഡ് സോഴ്സ് ജനറേറ്റ് ചെയ്തത് PS. സോ PS എന്ന് പറഞ്ഞാൽ സോ PS രണ്ടിടത്ത് സംഭവിച്ചിട്ടുണ്ട്. കറണ്ട് I സ്ക്വയർ ആദ്യം ZL പോയി പ്ലസ് ആദ്യം ഇന്റേണൽ ഇംപിഡൻസിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി അവിടെ ഒരു പവർ ജനറേറ്റ് ചെയ്തു പ്ലസ് I സ്ക്വയർ ZL അതായത് ലോഡിൽ ഒരു പവർ ജനറേറ്റ് ചെയ്തു. സോ അതാണ് ഈ എഴുതിയിരിക്കുന്നത് PS is equal to I square ZI plus I square ZL. So that's equal to I square into ZL plus ZI. So maximum power condition ZL becomes equal to ZI. So ZL plus ZI എന്ന് പറയുന്നത് 2 ZL ആവും 2 I square ZL. So that's equal to 2 I square എന്ന് പകരം ഞാൻ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് E by 2 ZL the whole square. So that's equal to 2 into E square by 4 ZL square into ZL.
So that is equal to E2, E4 2 boom, ZL cancel ആയി പോകും. So what is left? E square by 2ZL. So നമുക്ക് രണ്ട് കേസിലെ വാല്യൂസ് അറിയാം. മാക്സിമം പവർ അറ്റ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ E square by 4ZL. മാക്സിമം പവർ ജനറേറ്റഡ് ബൈ ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ E square by 2ZL. എത്രയുമാണ്? സോ ബാക്കി എല്ലാ ടേംസും കട്ടായി പോകും. 2 by 4, that's equal to 1 by 2 is equal to 0.5 is equal to 50%. That's the maximum efficiency of power transfer is 50%. So ഇതാണ് maximum power transfer theorem. അതായത് നമ്മൾ പ്രൂവ് ചെയ്തു the maximum power transfer, the internal impedance should be equal to the load impedance. Then we find the value, then we find the efficiency. Efficiency of maximum power transfer is 50%. So ഇതോടുകൂടി നമ്മുടെ നെറ്റ്വർക്ക് തിയറത്തിലെ മുഴുവൻ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും.